നിൽക്കൂ സഹോദരാ, അവിടെ നിൽക്കൂ. ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഈ 3 തന്ത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ശക്തനായ ഏതെങ്കിലും തന്ത്രശാലിയായ ശത്രു നിങ്ങളെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ശത്രു വളരെ വലിയവനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അവന് പണമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു, ശക്തിയുണ്ട്, തന്ത്രങ്ങളുണ്ട്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. നിങ്ങളുടെ ആ ശത്രു പുറമെ എത്രത്തോളം ശക്തനായി കാണപ്പെടുന്നുവോ ഉള്ളിൽ അവൻ അത്രത്തോളം ഭീരുവാണ്. പക്ഷേ അവനെ എങ്ങനെ പരാജയപ്പെടുത്തണമെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ദിവസവും കരയുന്നതും വിഷമിക്കുന്നതും അവനു മുന്നിൽ കീഴടങ്ങുന്നതും. ചാണക്യൻ പറയുന്നു, ശത്രു എത്ര വലിയ തന്ത്രശാലിയായാലും ശക്തനായാലും നിങ്ങൾ ശരിയായ നീക്കം നടത്തിയാൽ അവൻ നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തും. കേൾക്കൂ, ഇതൊരു സിനിമാ ഡയലോഗല്ല. പണ്ട് രാജാക്കന്മാർ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന സത്യമാണിത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത്തരം 3 തന്ത്രങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നു. അത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ പറയും, കൊള്ളാം, ഇത്ര എളുപ്പമായിരുന്നോ എന്ന്. ഇത്രയും നാൾ വെറുതെ വിഷമിച്ചല്ലോ എന്നോർത്ത് നിങ്ങൾ നിങ്ങളെത്തന്നെ നോക്കിച്ചിരിക്കും. ഇനി ഒട്ടും വൈകാതെ നിങ്ങളുടെ മനസ്സിന് മൂർച്ച കൂട്ടുക. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. കാരണം നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് ചാണക്യന്റെ ആ മൈതാനത്താണ്. അവിടെ ശക്തനായവൻ തോൽക്കുന്നു, തന്ത്രശാലിയായവൻ ജയിക്കുന്നു. വരൂ, നമുക്ക് തുടങ്ങാം. പക്ഷെ നിൽക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോകൾ തയ്യാറാക്കുന്നത്. അതിനു പകരമായി ഒരു ലൈക്കും മനോഹരമായ ഒരു കമന്റും നിങ്ങൾക്ക് നൽകിക്കൂടെ? വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും തീർച്ചയായും ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. വരൂ, നമുക്ക് വീഡിയോയുമായി മുന്നോട്ടു പോകാം. ഒന്നാമത്തെ തന്ത്രം, ശരിയായ സമയത്തിനായി കാത്തിരിക്കുക, സ്വയം തയ്യാറെടുക്കുക. സുഹൃത്തുക്കളെ, നമ്മുടെയെല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മെ തരംതാഴ്ത്താൻ ശ്രമിക്കുന്ന ഒരാൾ ഉറപ്പായും വരും. നമ്മെ ശല്യം ചെയ്യുന്ന, നമ്മെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. ഈ ശത്രുവിനെ നേരിടാൻ നമ്മൾ പലപ്പോഴും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ അപ്പോൾ തന്നെ അവനോട് ഏറ്റുമുട്ടാൻ പോകും. ദേഷ്യത്തിൽ നമ്മൾ അവനെ ആക്രമിക്കാൻ തുടങ്ങും. നമ്മൾ അവനുമായി തർക്കിക്കും. നമ്മുടെ ശക്തി അവനെ കാണിക്കാൻ നമ്മൾ ശ്രമിക്കും. എന്നാൽ ചാണക്യൻ പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തെറ്റാണിത്. ആചാര്യ ചാണക്യൻ വ്യക്തമായ വാക്കുകളിൽ പറയുന്നു, ശത്രു നിങ്ങളെക്കാൾ ശക്തനാകുമ്പോൾ, നിങ്ങളെക്കാൾ തന്ത്രശാലിയാകുമ്പോൾ, അവന് കൂടുതൽ വിഭവങ്ങളുള്ളപ്പോൾ അവനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് അല്ലെങ്കിൽ മുഖാമുഖം യുദ്ധം ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ്. അത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. കാരണം ശക്തനായ ശത്രുവുമായി ഏറ്റുമുട്ടിയാൽ നിങ്ങൾക്ക് പരാജയം ഉറപ്പാണ്. ആ പരാജയത്തിന്റെ വേദന ഉണങ്ങാൻ വർഷങ്ങളെടുക്കുന്ന ആഴത്തിലുള്ള മുറിവ് നിങ്ങൾക്ക് നൽകും. പിന്നെ എന്തു ചെയ്യണം? ശത്രുവിനെ കാണുമ്പോൾ തന്നെ തോൽവി സമ്മതിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. ഇവിടെ ചാണക്യൻ നൽകിയ ഏറ്റവും വലിയ മന്ത്രം ഇതാണ്: ശരിയായ സമയത്തിനായുള്ള കാത്തിരിപ്പ്. ചാണക്യൻ പറയുന്നു, നിങ്ങൾ ദുർബലനായിരിക്കുമ്പോൾ നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ സൈന്യത്തെ ശക്തമാക്കുക. നിങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുക. നിങ്ങളുടെ ബുദ്ധിയെ കൂടുതൽ വികസിപ്പിക്കുക. എന്നിട്ട് ശരിയായ അവസരം വരുന്നതുവരെ കാത്തിരിക്കുക. സുഹൃത്തുക്കളെ, ചാണക്യൻ വെറുതെ സംസാരിക്കുക മാത്രമല്ല ചെയ്തത്. അദ്ദേഹം ഇതെല്ലാം സ്വയം ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് ചാണക്യന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ശത്രു നന്ദവംശത്തിലെ രാജാവായ ധനാനന്ദനായിരുന്നു. ധനാനന്ദന് അപാരമായ സമ്പത്തുണ്ടായിരുന്നു. അവന്റെ സൈന്യം അതിശക്തമായിരുന്നു. അന്നത്തെ മഗധയിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു അവൻ. എന്നാൽ ചാണക്യൻ ഒരു സാധാരണ ബ്രാഹ്മണനും, സൈന്യമോ രാജ്യമോ പണമോ ഇല്ലാത്തൊരാൾ. എന്നാൽ ഒരിക്കൽ ധനാനന്ദൻ ചാണക്യനെ അപമാനിച്ചു. ചാണക്യനെ രാജസദസ്സിൽ നിന്ന് പുറത്താക്കി. ആ സമയത്ത് ചാണക്യനെ എന്തു ചെയ്യാൻ കഴിയുമായിരുന്നു? അദ്ദേഹം ഉടൻ തന്നെ ധനാനന്ദനോട് യുദ്ധം ചെയ്യാൻ പോകുമായിരുന്നു? ഇല്ല, ഒരിക്കലുമില്ല. ചാണക്യൻ അന്ന് ക്ഷമയോടെ കാത്തിരുന്നു. നന്ദവംശത്തെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. എന്നാൽ അതിനായി ശരിയായ സമയത്തിനായി കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം സ്വയം തയ്യാറെടുത്തു. തന്റെ ബുദ്ധിശക്തി ഒന്നുകൂടി മൂർച്ചകൂട്ടി. അതിലുപരി ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അത്തരമൊരു ആയുധം അദ്ദേഹം തനിക്കായി തയ്യാറാക്കി. ആ ആയുധത്തിന്റെ പേരായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. ഒരു സാധാരണ ആൺകുട്ടിയെ ചാണക്യൻ തന്റെ ബുദ്ധികൊണ്ട് മഹാനായ ഒരു ചക്രവർത്തിയാക്കി മാറ്റി. അദ്ദേഹം ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിച്ചു. അവനെ യുദ്ധകല പഠിപ്പിച്ചു. അവനെ നയതന്ത്രം പഠിപ്പിച്ചു. എന്നിട്ട് ശരിയായ സമയത്ത് അവസരം വന്നപ്പോൾ ചന്ദ്രഗുപ്തന്റെ സഹായത്തോടെ ചാണക്യൻ നന്ദവംശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി. ചാണക്യൻ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹം ക്ഷമിച്ചു, സ്വയം തയ്യാറെടുത്തു, ശരിയായ അവസരത്തിനായി കാത്തിരുന്നു. എന്നിട്ട് ഒരൊറ്റയടിക്ക് ശത്രുവിനെ ഇല്ലാതാക്കി. ഇതാണ് ചാണക്യനീതിയിലെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ തന്ത്രം. നിങ്ങൾ ദുർബലനാകുമ്പോൾ ശത്രുവുമായി നേരിട്ട് ഏറ്റുമുട്ടരുത്. മറിച്ച് അവന്റെ ദൗർബല്യങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക. എന്നിട്ട് ശരിയായ സമയം വരുമ്പോൾ അവനെ എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവനെ ആക്രമിക്കുക. യഥാർത്ഥ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. തീർച്ചയായും പ്രവർത്തിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളെ എപ്പോഴും ശല്യം ചെയ്യുന്ന ഒരു സീനിയർ ഉണ്ടെന്ന് കരുതുക. നിങ്ങളെ പ്രശംസിക്കുന്നില്ല, നിങ്ങളെ വിഡ്ഢിയാക്കുന്നു. അവനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് മണ്ടത്തരമായിരിക്കും. കാരണം പദവിയിൽ അവൻ നിങ്ങൾക്ക് മുകളിലാണ്. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തും. പുതിയ കാര്യങ്ങൾ പഠിക്കും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ അത്രത്തോളം പ്രഗത്ഭനാകും. അതൊരു അടയാളമായി മാറും.
എന്നിട്ട് ശരിയായ സമയം വരുമ്പോൾ, അതായത് ഏതെങ്കിലും വലിയ പ്രൊജക്റ്റോ അല്ലെങ്കിൽ പ്രൊമോഷനുള്ള അവസരമോ വരുമ്പോൾ നിങ്ങളുടെ തയ്യാറെടുപ്പുകളെല്ലാം കാണിച്ച് അവനെ പിന്നിലാക്കും. ഇതാണ് യഥാർത്ഥ ശക്തി. അല്ലെങ്കിൽ ഏതെങ്കിലും അയൽക്കാരൻ നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിലോ, നിങ്ങളെ വ്യാജ കേസുകളിൽ കുടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ, നിങ്ങളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലോ, അപ്പോൾ അവന്റെ മുന്നിൽ പോയി വഴക്കിടുന്നതിനു പകരം തെളിവുകൾ ശേഖരിക്കുക. നിങ്ങളുടെ ബന്ധങ്ങൾ ശക്തമാക്കുക. അവൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ശല്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത വിധത്തിൽ അവനെ ആക്രമിക്കുക. ഓർക്കുക, ദുർബലനായ വ്യക്തി ധൃതി കാണിക്കുന്നുവെന്നും ശക്തനായ വ്യക്തി ക്ഷമയോടെ കാത്തിരിക്കുന്നുവെന്നും ചാണക്യൻ പറയുന്നു. നിങ്ങൾ ശക്തനാകുക, ക്ഷമയുള്ളവനാകുക. രണ്ടാമത്തെ തന്ത്രം സാമധാനദണ്ഡ ഭേദ നയതന്ത്രം ഉപയോഗിക്കുക. ഇനി ചാണക്യന്റെ ഏറ്റവും പ്രശസ്തവും ഫലപ്രദവുമായ രണ്ടാമത്തെ തന്ത്രത്തെക്കുറിച്ച് സംസാരിക്കാം. സുഹൃത്തുക്കളെ, ശക്തനായ ഏതൊരു ശത്രുവിനെയും പരാജയപ്പെടുത്താൻ ചാണക്യൻ നമുക്ക് നൽകിയ സാമധാനദണ്ഡ ഭേദങ്ങളുടെ വിലപ്പെട്ട മന്ത്രം വലിയൊരു അനുഗ്രഹമാണ്. ഈ 4 വാക്കുകൾ എന്താണെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിനാൽ ഞാനിത് തികച്ചും ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ആദ്യത്തേതാണ് സാമം, അതായത് സ്നേഹത്തോടെ സംസാരിക്കുക, പറഞ്ഞു മനസ്സിലാക്കുക. രണ്ടാമത്തത് ദാനം, അതായത് പണമോ പ്രലോഭനങ്ങളോ നൽകുക. മൂന്നാമത്തത് ദണ്ഡം, അതായത് ശിക്ഷയോ ശക്തിയോ ഉപയോഗിക്കുക. നാലാമത്തത് ഭേദം, അതായത് ഭിന്നിപ്പുണ്ടാക്കുക, ശത്രുവിന്റെ രഹസ്യങ്ങൾ അറിയുക, അല്ലെങ്കിൽ അവന്റെ ആളുകൾക്കിടയിൽ അഭിപ്രായവ്യത്യാസങ്ങളുണ്ടാക്കുക. ചാണക്യൻ പറയുന്നു, ഏതൊരു ശത്രുവിനെയും നേരിടുന്നതിനു മുമ്പ് നിങ്ങൾ ഈ 4 വഴികളും ഒന്നൊന്നായി പരീക്ഷിക്കണം. ആദ്യം സാമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അവൻ വഴങ്ങിയില്ലെങ്കിൽ ദാനം ഉപയോഗിച്ച് സമ്മതിപ്പിക്കുക. അതും ഫലിച്ചില്ലെങ്കിൽ ദണ്ഡത്തിന്റെ ഭയം കാണിക്കുക. ഈ 3ഉം പരാജയപ്പെട്ടാൽ ഭേദത്തിന്റെ നയം സ്വീകരിക്കുക. ഇത് വളരെ ആഴത്തിലുള്ള കാര്യമാണ്. മനസ്സിലാക്കിയാൽ ജീവിതം മാറും. ആദ്യം സാമത്തെ മനസ്സിലാക്കുക. ശത്രുവുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് ഒരു ബലഹീനതയാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ശത്രുവിനെപ്പോലും സ്വന്തമാക്കാൻ കഴിയുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആദ്യം അവനെ കാണുക, സംസാരിക്കുക, അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടാകാം അവൻ നിങ്ങളോട് വഴക്കിടുന്നത്. നിങ്ങൾ അവന്റെ വഴിയിലെ ഒരു തടസ്സമാണെന്ന് അവൻ കരുതുന്നുണ്ടാകാം. നിങ്ങൾ അവനോട് ശാന്തമായി സംസാരിക്കുകയും അവന്റെ ഭാഗം കേൾക്കുകയും അവനെ നിങ്ങളുടെ ഭാഗം മനസ്സിലാക്കിക്കുകയും ചെയ്താൽ പലപ്പോഴും അവിടെ വെച്ച് പ്രശ്നങ്ങൾ തീരും. ചാണക്യൻ സ്വയം ഇപ്രകാരം ചെയ്തിട്ടുണ്ട്. ചന്ദ്രഗുപ്തനുമൊത്ത് അദ്ദേഹം മഗധയെ ആക്രമിക്കാൻ പോകുമ്പോൾ പല രാജാക്കന്മാരോടും നേരിട്ട് സംസാരിച്ച് അദ്ദേഹം അവരെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നിരുന്നു. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നാൽ നിങ്ങൾക്ക് നല്ലതു വരും, ഇല്ലെങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്ന് യുദ്ധത്തിനു മുമ്പ് തന്നെ അദ്ദേഹം ദൂതന്മാരെ അയച്ച് വിശദീകരിച്ചു. ഇതാണ് സാമനയം. നിങ്ങളുടെ ജോലിയിലും നിങ്ങൾക്കിത് പ്രയോഗിക്കാം. നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളോട് അസൂയപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ അയാളെ ചായ കുടിക്കാൻ വിളിക്കുക. അയാളോട് മനസ്സു തുറന്ന് സംസാരിക്കുക. എന്താണ് അയാളുടെ പ്രശ്നമെന്ന് ചോദിക്കുക. അയാൾ അലിഞ്ഞു പോവുകയും നിങ്ങളുടെ സുഹൃത്തായി മാറുകയും ചെയ്യാൻ വലിയ സാധ്യതയുണ്ട്. എന്നാൽ അയാൾ വഴങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ വഴി സ്വീകരിക്കുക, അതായത് ദാനം. ദാനമെന്നാൽ പ്രലോഭിപ്പിക്കുക. പണമോ അയാൾക്ക് ആവശ്യമുള്ള മറ്റെന്തെങ്കിലുമോ നൽകുക. ഓരോ മനുഷ്യന്റെ ഉള്ളിലും അത്യാഗ്രഹമുണ്ട്, അവൻ എത്ര വലിയവനാണെങ്കിലും ശരി. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ശത്രു അത്യാഗ്രഹിയാണെങ്കിൽ അവന് കുറച്ചു നൽകി അവനെ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക. ഇതിനർത്ഥം നിങ്ങളവന് കൈക്കൂലി നൽകുക എന്നല്ല, മറിച്ച് അവൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതവന് നൽകുക. ബഹുമാനം, പണം, പ്രശംസ, പദവി എന്നിവ നിങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് അവന് കൂടുതൽ ലാഭകരം എന്ന് കാണിച്ചുകൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവൻ താനെ നിങ്ങളുടെ ശത്രുവാകുന്നത് നിർത്തും. ചാണക്യൻ ഈ നയം ഉപയോഗിച്ച് നിരവധി രാജാക്കന്മാരെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു. ചിലർക്ക് അദ്ദേഹം പണം നൽകി, ചിലർക്ക് ഭൂമി നൽകാമെന്ന് പ്രലോഭിപ്പിച്ചു, ചിലർക്ക് അധികാരം വാഗ്ദാനം ചെയ്തു. അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ കൂടെയായപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ ദുർബലരായി. നിങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും നിങ്ങളുടെ ശത്രു നിങ്ങളോട് വഴക്കിടുന്നത് അവന് ലഭിക്കാത്ത എന്തോ ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് അവൻ കരുതുന്നതുകൊണ്ടാണ്. അപ്പോൾ അവനും അത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുക. അവന്റെ ആഗ്രഹത്തെ ഉണർത്തുക. എന്നിട്ട് അവൻ എങ്ങനെ നിങ്ങളെ ഒഴിവാക്കിപ്പോകുന്നു എന്ന് നോക്കുക. ഇനി മൂന്നാമത്തതാണ് ദണ്ഡം, അതായത് ശിക്ഷ അല്ലെങ്കിൽ ശക്തിപ്രകടനം. സാമവും ദാനവും ഫലിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഭയം കാണിക്കാനുള്ള സമയമായി എന്ന് ചാണക്യൻ പറയുന്നു. ദണ്ഡമെന്നാൽ നിങ്ങൾ ഉടൻ വടിയെടുത്ത് ശത്രുവിനെ ആക്രമിക്കുക എന്നല്ല, മറിച്ച് നിങ്ങൾക്കും ശക്തിയുണ്ടെന്ന് അവനെ കാണിക്കുക. നിങ്ങൾ വിചാരിച്ചാൽ അവന് ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുക. ഒരു നായ കുരയ്ക്കുമ്പോൾ നിങ്ങൾ അതിനെ ഭയപ്പെടുത്താൻ ഒരു കല്ലെടുക്കും പോലെയാണിത്. എറിയണമെന്ന് നിർബന്ധമില്ല, വെറുതെ എടുത്താൽ മതിയാകും. അതുപോലെ നിങ്ങളുടെ ശത്രു നിങ്ങളെ ശല്യം ചെയ്യുകയാണെങ്കിൽ അവന് ഒരു വക്കീൽ നോട്ടീസ് അയയ്ക്കുക, അല്ലെങ്കിൽ അവന്റെ മുന്നിൽ നിങ്ങളുടെ ശക്തിയുടെ ഏതെങ്കിലും പ്രകടനം നടത്തുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഏതെങ്കിലും ബന്ധു നിങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം അവനെ പറഞ്ഞു മനസ്സിലാക്കുക. എന്നിട്ട് പണത്തിന്റെ പ്രലോഭനം നൽകുക. അവൻ വഴങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകുമെന്ന് വ്യക്തമാക്കുക. നിങ്ങളുടെ പക്കൽ വക്കീലുണ്ട്, തെളിവുകളുണ്ട്. നിങ്ങളൊരു കളിപ്പാട്ടമല്ലെന്ന് കാണുമ്പോൾ അവൻ പിന്മാറും. ദണ്ഡനയം വളരെ ആലോചിച്ചു മാത്രം ഉപയോഗിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. കാരണം ഒരിക്കൽ ശിക്ഷ നൽകിയാൽ പിന്നീട് സൗഹൃദം ബുദ്ധിമുട്ടാകും.
എന്നാൽ ശത്രു നിങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ അവന്റെ ഭാഷയിൽ തന്നെ മറുപടി നൽകാൻ പഠിക്കുക. നാലാമത്തേത് ഭേദം, അതായത് ശത്രുവിന്റെ ഉള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുക. അവന്റെ ആളുകളെ അവനിൽ നിന്ന് അകറ്റുക, അല്ലെങ്കിൽ അവന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ് അവനു മുകളിൽ ആധിപത്യം സ്ഥാപിക്കുക. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവനാണ് ഏറ്റവും ദുർബലനായ ശത്രു. അതിനാൽ നിങ്ങളുടെ ശത്രു വളരെ ശക്തനാണെങ്കിൽ അവന്റെ സഹപ്രവർത്തകർക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും കുടുംബാംഗങ്ങൾക്കിടയിലും അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടാകുക. ആ ശത്രു അവരോട് എത്ര മോശമായാണ് പെരുമാറുന്നതെന്ന് അവരെ അറിയിക്കുക. അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അവൻ നൽകുന്നില്ല എന്ന് അവരോട് പറയുക. നിങ്ങൾ കുറച്ച് ബുദ്ധിയുപയോഗിച്ചാൽ ശക്തനായ ഓരോ ശത്രുവിനും ചില ദൗർബല്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവന്റെ സ്വന്തം സംഘത്തിൽ തന്നെ അവനോട് നീരസമുള്ള ആരെങ്കിലുമുണ്ടാകും. ആ ദേഷ്യമുള്ള വ്യക്തിയെ നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക. അവന് സ്നേഹം നൽകുക, പണം നൽകുക. അപ്പോൾ അവൻ തന്നെ ശത്രുവിന്റെ എല്ലാ രഹസ്യങ്ങളും നിങ്ങളോട് പറയും. ശത്രുവിന്റെ ദൗർബല്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിക്കഴിഞ്ഞാൽ അവനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. ചാണക്യൻ ചെയ്തതും ഇതുതന്നെയാണ്. അദ്ദേഹം ധനാനന്ദന്റെ തന്നെ സേനാപതികൾക്കും മന്ത്രിമാർക്കുമിടയിൽ ഭിന്നിപ്പുണ്ടാക്കി. അവരെ തന്റെ പക്ഷത്തേക്ക് ചേർത്തു. എന്നിട്ട് രക്തം ചിന്താതെ തന്നെ നന്ദവംശത്തെ ഇല്ലാതാക്കി. ഇതാണ് ഭേദത്തിന്റെ നയം, ഏറ്റവും അപകടകരവും ഏറ്റവും ഫലപ്രദവുമായത്. അതിനാൽ നിങ്ങളുടെ ശത്രു വളരെ ശക്തനാണെങ്കിൽ ആദ്യം അവന്റെ ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിക്കുക. അവരുമായി ചങ്ങാത്തം കൂടുക. അവരുടെ ഹൃദയത്തിൽ ഇടം നേടുക. എന്നിട്ട് നിങ്ങളുടെ ശത്രു എങ്ങനെ ഒറ്റപ്പെടുന്നുവെന്നും നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുന്നുവെന്നും നോക്കുക. ഓർക്കുക, ഒറ്റയ്ക്കുള്ള ഒരു സിംഹത്തിനു പോലും ആനകളുടെ കൂട്ടത്തോട് പോരാടാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ആ കൂട്ടത്തെ വിഭജിച്ചാൽ ഓരോ ആനയും ദുർബലമാണ്. മൂന്നാമത്തെ തന്ത്രം, ശത്രുവിന്റെ ശക്തിയെ നിങ്ങളുടെ സ്വന്തം ശക്തിയാക്കി മാറ്റുക, അതായത് തന്ത്രപരമായ സന്ധിയും ഉപയോഗവും. ഇനി നമ്മൾ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാത്ത ഏറ്റവും വ്യത്യസ്തമായ മൂന്നാമത്തെ തന്ത്രത്തിലേക്ക് വരികയാണ്. ശത്രു വളരെ ശക്തനാണെങ്കിൽ അവനെ നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ അവനുമായി സന്ധി ചെയ്യുക എന്ന് ചാണക്യൻ പറയുന്നു. എന്നാൽ ആ സന്ധി നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുക. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. എല്ലാ ശത്രുക്കളോടും പോരാടാൻ ചാണക്യൻ പറയുന്നില്ല. മറിച്ച് നിങ്ങളുടെ ജീവൻ അപകടത്തിലാകുമ്പോൾ, നിങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമ്പോൾ കുറച്ചു സമയത്തേക്ക് നിങ്ങൾക്ക് ശത്രുവുമായി കൈകോർക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അവനോടൊപ്പം നടക്കാം, അവന്റെ സഹായം സ്വീകരിക്കാം. എന്നിട്ട് അവസരം ലഭിക്കുമ്പോൾ നിങ്ങളുടെ വഴി മാറ്റുകയോ അല്ലെങ്കിൽ അവനെത്തന്നെ തോൽപ്പിക്കുകയോ ചെയ്യുക. ഇതിനെയാണ് ചാണക്യൻ തന്ത്രപരമായ സന്ധിയെന്നും ശത്രുവുമായുള്ള സൗഹൃദമെന്നും വിളിച്ചത്. ശത്രുവുമായി കൈകോർക്കുന്നത് അപമാനമാണെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ചാണക്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തന്ത്രമായിരുന്നു. പാമ്പിന്റെയും തവളയുടെയും കഥ പോലെയാണിത്. പാമ്പ് തവളയെ തിന്നാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ തവള ബുദ്ധിമാനാണെങ്കിൽ ആഴത്തിലുള്ള ഒരു കുഴി വരുന്നതുവരെ അത് പാമ്പിനോടൊപ്പം പോകും, എന്നിട്ട് ചാടി രക്ഷപ്പെടും. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാം. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയെ ആക്രമിക്കാൻ വന്നു. ആ സമയത്ത് ഇന്ത്യയിലെ പല രാജ്യങ്ങളും തമ്മിലടിക്കുകയായിരുന്നു. വലിയൊരു രാജാവായിരുന്നു പുരുഷോത്തമൻ അഥവാ പോറസ്. ഇപ്പോൾ പുരുഷോത്തമൻ ഒറ്റയ്ക്ക് അലക്സാണ്ടറെ നേരിടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തോൽക്കുമായിരുന്നു. എന്നാൽ ആ സമയത്ത് ചാണക്യൻകുട്ടിയായ ചന്ദ്രഗുപ്തനെ പഠിപ്പിക്കുകയായിരുന്നു. അലക്സാണ്ടറുമായി നേരിട്ട് പോരാടുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം ചിന്തിച്ചു. മറിച്ച് അലക്സാണ്ടർ മടങ്ങിപ്പോകുന്നതുവരെ അദ്ദേഹം കാത്തിരുന്നു. അതിനുശേഷം ദുർബലമായ സംസ്ഥാനങ്ങളെ ചേർത്ത് ശക്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. എന്നാൽ മറ്റൊരു പ്രധാന കാര്യം, ചിലപ്പോൾ നിങ്ങളെക്കാൾ വലിയ ശത്രുവിന്റെ സഹായത്തോടെ നിങ്ങളുടെ ചെറിയ ശത്രുക്കളെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുകൂടി ചാണക്യൻ പഠിപ്പിച്ചു. നിങ്ങൾക്ക് 2 ശത്രുക്കൾ ഉണ്ടെന്ന് കരുതുക. ഒരു വളരെ വലിയവൻ, ഒരു ചെറിയവൻ. വലിയവനുമായി യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ആദ്യം അവനുമായി കൈകോർത്ത് ചെറിയവനെ ഇല്ലാതാക്കുക. ചെറിയവൻ ഇല്ലാതായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശക്തി വർദ്ധിക്കും. അതിനുശേഷം വലിയവനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാകും. ഇത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയാത്ത വളരെ ആഴത്തിലുള്ള ഒരു തന്ത്രമാണ്. നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന 2 ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് കരുതുക. വലിയ ശക്തനായ ഒരാൾ ഒരു വലിയ അമ്മാവനെപ്പോലെ, ചെറിയ ഒരാൾ അകന്ന ഒരു ബന്ധുവിനെപ്പോലെ. നിങ്ങൾ 2 പേരോടും ഒരേ സമയം യുദ്ധം ചെയ്താൽ നിങ്ങൾ തോൽക്കും. എന്നാൽ നിങ്ങൾ ആ വലിയ അമ്മാവന്റെ അടുത്തേക്ക് പോവുക. അദ്ദേഹത്തെ അല്പം പ്രശംസിക്കുക. അദ്ദേഹം പറയുന്നത് അനുസരിക്കുക. നിങ്ങൾ അദ്ദേഹത്തിന്റെ ആളാണെന്ന് അദ്ദേഹത്തിന് തോന്നാൻ അനുവദിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ സഹായത്തോടെ ആ ചെറിയ ബന്ധുവിനെ പാഠം പഠിപ്പിക്കുക. ആ ചെറിയ ബന്ധുപാഠം പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മുതിർന്നുവെന്നും ഇനി നിങ്ങൾക്ക് ഇടപെടലുകൾ ഇഷ്ടമല്ലെന്നും നിങ്ങളുടെ സംസാരത്തിലൂടെ പതിയെ വലിയ അമ്മാവനെയും പറഞ്ഞ് മനസ്സിലാക്കുക. അദ്ദേഹം അത് സമ്മതിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ശക്തിയുണ്ട്. കാരണം നിങ്ങൾ ഇതിനകം തന്നെ ഒരു ശത്രുവിനെ ഇല്ലാതാക്കി കഴിഞ്ഞു. ഇതാണ് ചാണക്യന്റെ അതിശയകരമായ തന്ത്രം. ശത്രുവുമായി സൗഹൃദം സ്ഥാപിക്കുക, എന്നാൽ ഹൃദയം കൊണ്ടല്ല, ബുദ്ധികൊണ്ട്. അവന്റെ ശക്തി നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക. അവന്റെ വിഭവങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾ ശക്തനാകുമ്പോൾ അവനോട് വിട പറയുക. മറ്റൊരു ഉദാഹരണം, ധനാനന്ദ രാജാവിനെ തോൽപ്പിക്കാൻ ചാണക്യൻ തന്നെ ആദ്യം പല ചെറിയ രാജാക്കന്മാരെയും തന്നോടൊപ്പം ചേർത്തു. നിങ്ങൾ എന്റെ കൂടെ വന്നാൽ നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന് അദ്ദേഹം അവർക്ക് വാഗ്ദാനം ചെയ്തു. അദ്ദേഹം അവരുടെ സഹായം സ്വീകരിച്ചു. അവരുടെ സൈന്യത്തെ വാങ്ങി. എന്നിട്ട് ധനാനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്തനെ രാജാവാക്കി. പിന്നീട് തനിക്കെതിരെ തിരിഞ്ഞ രാജാക്കന്മാരെയും അദ്ദേഹം നേരിട്ടു.
എന്നാൽ പ്രധാന കാര്യം ചാണക്യൻ ഒരിക്കലും നേരിട്ടേറ്റുമുട്ടാൻ തിടുക്കം കാണിച്ചില്ല എന്നതാണ്. അദ്ദേഹം എപ്പോഴും തന്ത്രങ്ങൾ മെനഞ്ഞു, കാത്തിരുന്നു, ശത്രുവിന്റെ ശക്തി സ്വന്തം ശക്തിയാക്കി മാറ്റാനുള്ള വഴികൾ കണ്ടെത്തി. അതിനാൽ വളരെ ശക്തനും തന്ത്രശാലിയുമായ ഏതെങ്കിലും ശത്രു നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അവനുമായി യുദ്ധം ചെയ്യരുത്, മറിച്ച് കുറച്ചു സമയത്തേക്ക് അവനുമായി സന്ധി ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കുക. അവന്റെ സഹായത്തോടെ നിങ്ങളുടെ മറ്റ് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ അവന്റെ സുഹൃത്താണെന്ന് അവനെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശക്തി വളർത്തുകയാണ്. ഇതൊരു ചതിയല്ല. ഇതാണ് ചാണക്യനീതി. ജീവിച്ചിരിക്കുകയും സ്വന്തം അസ്തിത്വം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ധർമ്മം. ഭയപ്പെടരുത്, തന്ത്രങ്ങൾ മെനയണം. അപ്പോൾ സുഹൃത്തുക്കളെ, ആ 3 തന്ത്രങ്ങളെക്കുറിച്ച് ചാണക്യൻ പറഞ്ഞതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യത്തെ തന്ത്രം ശരിയായ സമയത്തിനായി കാത്തിരിക്കുക, നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക. കാരണം തിടുക്കത്തിലെടുക്കുന്ന ഓരോ നീക്കവും ആത്മഹത്യയ്ക്ക് തുല്യമാണ്. രണ്ടാമത്തെ തന്ത്രം സാമദാന ദണ്ഡഭേദ നയങ്ങൾ ഉപയോഗിക്കുക. അതായത് ആദ്യം സ്നേഹത്തോടെ സമ്മതിപ്പിക്കുക, പിന്നെ പ്രലോഭിപ്പിക്കുക, പിന്നെ ഭയം കാണിക്കുക, അവസാനം ഭേദത്തിന്റെ നയം സ്വീകരിക്കുക. മൂന്നാമത്തെ തന്ത്രം അവസരം വരുമ്പോൾ നിങ്ങളുടെ വലിയ ശത്രുവുമായി കൈകോർത്ത് ചെറിയ ശത്രുക്കളെ ഇല്ലാതാക്കുക. അതിനുശേഷം പതിയെ നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ച് വലിയവനെയും നേരിടുക. ഈ 3 തന്ത്രങ്ങളും എത്രത്തോളം ശക്തമാണെന്ന് വെച്ചാൽ നിങ്ങളിവ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തന്ത്രശാലിയും ശക്തനുമായ ഒരു ശത്രുവിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓർക്കുക, ഇന്റർനെറ്റോ ഫോണോ ആയുധങ്ങളോ ഇല്ലാതിരുന്ന കാലത്താണ് ചാണക്യൻ ഇതെല്ലാം എഴുതിയത്. അദ്ദേഹത്തിന് ഒരേയൊരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ ബുദ്ധി. ആ ബുദ്ധിയുടെ ബലത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിച്ചു. ഇന്നും നിങ്ങൾ അതേ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താനാകും. അതിനാൽ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ശത്രു എത്ര ശക്തനായാലും സാരമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ചാണക്യനെ ഉണർത്തുക, ക്ഷമ കാണിക്കുക എന്നതാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ വിശ്വസിക്കുക. മുകളിൽ പറഞ്ഞ 3 തന്ത്രങ്ങളും നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റിപ്രയോഗിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ എപ്പോഴോ ചെറുതായി കണ്ടിരുന്ന ആ ശത്രുപതിയെ നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഒരു കാര്യം കൂടി, ഈ തന്ത്രങ്ങളൊന്നും ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നിങ്ങളെത്തന്നെ സംരക്ഷിക്കാനും നിങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാനും വേണ്ടിയുള്ളതാണ്. ചാണക്യൻ ഒരിക്കലും ഒരു നിരപരാധിക്കും എതിരെ പോയിട്ടില്ല. അദ്ദേഹം എപ്പോഴും അനീതിയെ എതിർത്തു. അതിനാൽ നിങ്ങളും ഇതേ വഴിയിലൂടെ നടക്കുക, അനീതിക്കെതിരെ പോരാടുക. എന്നാൽ തന്ത്രത്തോടെയും ബുദ്ധിയോടെയും ക്ഷമയോടെയുമായിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇത് മുഴുവൻ കണ്ടതിന് നന്ദി. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലുള്ള അതിശയകരവും ഉപകാരപ്രദവുമായ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഇനി പോയി നിങ്ങളുടെ ശത്രുവിനെ കാണിച്ചു കൊടുക്കുക യഥാർത്ഥ ശക്തി എന്താണെന്ന്. ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടല്ല, മറിച്ച് അവരുടെ സ്വാർത്ഥത കൊണ്ടാണെന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മിഥ്യാധാരണ എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. നിങ്ങൾ അവർക്ക് ഉപകാരപ്പെടുന്നിടത്തോളം കാലം നിങ്ങൾ നല്ലവനാണ്. നിങ്ങൾ അവർക്ക് ഉപകാരപ്പെടാത്ത ദിവസം നിങ്ങളുടെ നന്മയും അവർക്ക് വിലയില്ലാത്തതാകും. അതിനാൽ ഒരിക്കലും ആരുടെയും വ്യാജ പ്രശംസകളിൽ വിശ്വസിക്കരുത്. കാരണം നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ പ്രശംസിക്കുന്നവർ തന്നെ നിങ്ങളുടെ പുറകിൽ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ മടിക്കില്ല. മനുഷ്യന്റെ സ്വഭാവം വളരെ വിചിത്രമാണ്. അവൻ മുന്നിൽ മധുരമായി സംസാരിക്കുകയും പുറകിൽ വിഷം തുപ്പുകയും ചെയ്യുന്നു. അതിനാൽ എല്ലാവരെയും അന്ധമായി വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ, നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ ദൗർബല്യങ്ങൾ എന്നിവ ആരുടെ മുന്നിലും വെളിപ്പെടുത്തരുതെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. അവൻ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവനായാലും ശരി, കാരണം സമയം മാറാൻ അധികം വൈകില്ല, ആ വ്യക്തി തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറിയേക്കാം. ഈ ലോകത്തിൽ ബന്ധങ്ങളും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നു. ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ പങ്കാളിയായവൻ നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയായി മാറാം. അതിനാൽ എപ്പോഴും നിങ്ങളിൽ തന്നെ വിശ്വസിക്കാൻ പഠിക്കുക, മറ്റുള്ളവരിലല്ല. കാരണം മറ്റുള്ളവരുടെ പിന്തുണ എപ്പോഴാണ് നഷ്ടപ്പെടുകയെന്ന് യാതൊരു ഉറപ്പുമില്ല. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വ്യക്തിക്ക് ഒരിക്കലും തന്റെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറയുന്നു. കാരണം വികാരങ്ങൾ മനുഷ്യനെ ദുർബലനാക്കുന്നു. അവന് ശരിയും തെറ്റും തീരുമാനിക്കാൻ കഴിയില്ല. അവൻ മറ്റുള്ളവരുടെ വാക്കുകളിൽ വീഴുകയും സ്വന്തം നാശത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾക്ക് ശക്തനാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കുക. കാരണം ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. തന്റെ സമയം ശരിയായി ഉപയോഗിക്കുന്ന, ഓരോ നിമിഷവും തന്റെ പുരോഗതിക്കായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഈ ലോകത്ത് മുന്നോട്ടു പോകുന്നത്. മറ്റുള്ളവർ ഒഴികഴിവുകൾ പറയുകയും സമയം പാഴാക്കുകയും ചെയ്യുന്നു. പിന്നീട് അവർക്കൊന്നും ബാക്കിയില്ലെങ്കിൽ അവർ അവരുടെ വിധിയെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ അവരുടെ പരാജയത്തിന് കാരണം അവരുടെ സ്വന്തം അശ്രദ്ധയാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ബലഹീനത ഒരിക്കലും ആരോടും പറയരുത്. കാരണം ആളുകൾ നിങ്ങളുടെ ബലഹീനതയെ നിങ്ങളുടെ ശക്തിയാകാൻ അനുവദിക്കില്ല, മറിച്ച് അവരത് മുതലെടുത്ത് നിങ്ങളെ കൂടുതൽ ദുർബലനാക്കും. അതിനാൽ എപ്പോഴും നിങ്ങളുടെ ദുർബലമായ വശം മറച്ചുവെക്കുക. നിങ്ങളുടെ ശക്തിയെ എത്രത്തോളം ശക്തമാക്കുകയെന്നാൽ ആർക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയരുത്. ഈ ലോകത്ത് നല്ലവനായിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. എന്നാൽ ആവശ്യത്തിലധികം നല്ലവനാകുന്നത് മണ്ടത്തരമാണ്.
കാരണം നേരെയുള്ള മരമാണ് ആദ്യം വെട്ടപ്പെടുന്നത്. അതിനാൽ നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് കൗശലവും വിവേകവും തീർച്ചയായും സൂക്ഷിക്കുക. അതുവഴി ആളുകൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ആദ്യം അവനെ മനസ്സിലാക്കുക എന്ന് ചാണക്യൻ പറയുന്നു. അവന്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയുക. ഈ ലോകത്ത് ആളുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നിടത്തോളം കാലം മാത്രമേ നിങ്ങളോടൊപ്പം നിൽക്കൂ. നിങ്ങളുടെ പ്രയോജനം അവസാനിക്കുന്ന ദിവസം തന്നെ അവരുടെ പിന്തുണയും അവസാനിക്കും. അതിനാൽ ഒരിക്കലും ആരെയും അമിതമായി ആശ്രയിക്കരുത്. കാരണം ആശ്രയത്വം നിങ്ങളെ ദുർബലരാക്കുന്നു. ദുർബലരായ ആളുകളെ എപ്പോഴും അടിച്ചമർത്താൻ ആളുകൾ ശ്രമിക്കുന്നു. തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ഒരു വ്യക്തി എപ്പോഴും അലഞ്ഞുതിരിയുമെന്ന് ചാണക്യൻ പറയുന്നു. അവന്റെ ജീവിതം ലക്ഷ്യമില്ലാത്തതായിത്തീരുന്നു. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായിരിക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. കാരണം നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാത്ത കാലത്തോളം നിങ്ങൾക്കെവിടെയും എത്തിച്ചേരാനാകില്ല. ഈ ലോകത്ത് ആളുകൾ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നില്ല, മറിച്ച് അസൂയപ്പെടുന്നു. അതിനാൽ നിങ്ങളുടെ വിജയം എല്ലാവരുടെയും മുന്നിൽ കാണിക്കേണ്ടതില്ല. നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ ജോലി സംസാരിക്കട്ടെ. കാരണം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വിജയം പ്രകടിപ്പിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ ശത്രുക്കൾ നിങ്ങൾക്കുണ്ടാകും. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ ശത്രുവിനെ ദുർബലനായി കണക്കാക്കരുത്. കാരണം അവൻ ദുർബലനല്ല. അവൻ ശരിയായ അവസരത്തിനായി കാത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവൻ അവസരം ലഭിച്ചാലുടൻ അവൻ നിങ്ങളെ ഉപദ്രവിക്കാൻ മടിക്കില്ല. അതിനാൽ എപ്പോഴും ജാഗ്രത പാലിക്കുകയും നിങ്ങളുടെ ശത്രുക്കളെ നിരീക്ഷിക്കുകയും ചെയ്യുക.